ഹലോ. ദേ കിടക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചില്ലി സോസിൻ്റെ ഗ്രീൻ ചില്ലി സോസിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡെക്കോർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുള്ള ഐഡിയ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പതിയെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് എൻ്റെ തലയിലെ ബുദ്ധിയൊന്നുമല്ല. പിന്നെ ഇത് കാണാൻ കുറച്ച് ഭംഗിയുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഈ പ്ലാന്റൊക്കെ വെക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ അതേ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതേ മെറ്റീരിയലുകൾ എനിക്ക് തോന്നി. പിന്നെ കട്ട് ചെയ്തെടുക്കാനും സുഖം തന്നെയാണ്. അപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാനും എളുപ്പമായിരിക്കും. റെഡ് ചില്ലിയില്ലേ, അതായാലും എൻ്റെ ഈ ഒരു ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടാവും. ഇത് പണ്ടെപ്പോഴും വാപ്പി ഇങ്ങനെ ഫോൺ വെക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് പൊടിയൊക്കെ പറ്റി അതൊക്കെ മാറ്റാനായി. അപ്പം നമ്മൾ ജസ്റ്റ് ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് പ്ലാന്റ് വെക്കും. അപ്പോൾ കുറച്ച് പടർന്നിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്ന നമ്മൾ ഈ വീഡിയോസിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് വെക്കുന്ന പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മണി പ്ലാന്റിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു വെറൈറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഞാൻ ആലപ്പുഴയാണെന്ന് പറയുമ്പോഴേ കുറേ ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾക്ക് വെള്ളം നിൽക്കുമെന്ന്. യെസ്, എൻ്റെ വീട്ടിൽ വെള്ളം നിൽക്കും. എല്ലാ ആലപ്പുഴക്കാരുടെ വീട്ടിൽ വെള്ളം നിൽക്കുമെന്ന് എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവരുടെയും വീട്ടിലൊന്നും വെള്ളം നിൽക്കത്തില്ല. ഇവിടെ കുറച്ചധികം മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം നിൽക്കും. അപ്പോൾ നമ്മൾ എല്ലാം ചെറിയ ചെറിയ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പാത്രത്തിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എല്ലാ ചെടിയുടെയും ചെറിയ ചെറിയ പീസ് വേറെ വെച്ചിട്ടുണ്ടാകും. കാരണം വെള്ളം നിന്നാലും നമുക്ക് ആ ഒരു പ്ലാന്റ് മിസ്സാവരുതല്ലോ, നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ സ്പെയർ വെക്കാറുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഒരു മണി പ്ലാന്റ് ഈ ബോട്ടിലും പിന്നെ ഇതിൽ ഞാൻ ടർട്ടിൽ വെയിൻ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ആ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എവിടെ എങ്ങനെ കൊണ്ടിട്ടാലും നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണ് കേട്ടോ. അതിന് കുറച്ച് വെള്ളം ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ജസ്റ്റ് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് നല്ല പാലപ്പൂവിൻ്റെ സ്മെല്ല് വന്നിട്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, എവിടെ നിന്നാണ് ഈ ഒരു സ്മെല്ല് വരുന്നത്. അത് ഈ ഒരു ചെടിയിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ പൂവ് വിരിഞ്ഞതുകൊണ്ടായിരിക്കണം ഇന്നലെ നൈറ്റ് മുതലേ എനിക്ക് ചെറിയൊരു പാലപ്പൂവിൻ്റെ സ്മെല്ല് മണക്കുന്നുണ്ട്. ഞാൻ അതൊരു ഉമ്മയോട് പറയുന്നുണ്ടായിരുന്നു പാലപ്പൂവിൻ്റെ സ്മെല്ലുണ്ട് എന്ന്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ സ്പെയർ വെച്ച ഒരു ചെടി തന്നെയാണ് കേട്ടോ. ഇത് കുറച്ചിങ്ങനെ വലുതാവുന്ന ചെടിയാണ്. കണ്ടില്ലേ, കാലപ്പഴക്കം കാരണം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു എടുത്തിട്ട്. അതോടെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതാണ് നമ്മൾ പെയിൻറ്റിൻ്റെ പാട്ടയിൽ അതുപോലെ ഐസ്ക്രീമിൻ്റെ ടീനിലൊക്കെ ഇങ്ങനെ എടുത്ത് ചെടി വെക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് കുറച്ച് മൽബറിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മൽബറി ഇപ്പം നല്ല പഴുത്ത് വരുന്നൊരു ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ എല്ലാ മൽബറി അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് നല്ല രീതിയിൽ പഴുത്തതിന് നല്ല മധുരവും കുറച്ച് പഴുത്താണെങ്കിൽ അത്യാവശ്യം പുളിയും ഒരു മധുരമായിട്ട് ബോറടിക്കാതെ എല്ലാ ഒരു ടേസ്റ്റും അതിനകത്തുണ്ട്. നല്ല മധുരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് പുളിയുള്ളത് പറിച്ച് തിന്നാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് മൽബറിയൊക്കെ പഠിച്ച് നേരെ വീടിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു.